കെമിസ്ട്രിയുടെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രിയാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുവാണ് ഈ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇലക്ട്രോ കെമിസ്ട്രി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് രണ്ട് വാക്കുകൾ ഓർമ്മ വരും അല്ലേ? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്തുവാണ്? ഇലക്ട്രോ, പിന്നെ വരുന്നത് എന്തുവാണ്? കെമിസ്ട്രി. ഓക്കെ, ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ ഇതിൽ ഇലക്ട്രോ എന്ന വാക്ക് കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരും? എന്ത് വരും? ഇലക്ട്രിസിറ്റി എന്ന് വരും അല്ലെ? എന്ത് വരും? ഇലക്ട്രിസിറ്റി എന്ന് വരും. ഈ കെമിസ്ട്രി എന്ന് വാക്ക് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കെം എന്ന് കേട്ടാൽ നമുക്ക് എന്ത് ഓർമ്മ വരും? കെമിക്കൽ റിയാക്ഷൻസ് എന്ന് ഓർമ്മ വരണം. ഇനി വന്നില്ലെങ്കിൽ അത് വരണം. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് വെച്ചാൽ എന്താ? അത് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. ഇവിടെ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിലൂടെ കെമിക്കൽ റിയാക്ഷൻസ് നടത്തുക. ഇത് രണ്ടും നമ്മുടെ ഡെയിലി ലൈഫിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ. കെമിക്കൽ റിയാക്ഷനിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉപകരണം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. എന്തുവാണത്? നമ്മുടെ സ്വന്തം ബാറ്ററി അല്ലേ? നമ്മൾ ഈ ബാറ്ററി എന്ന് പറയുന്ന സാധനം അല്ലേ? നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയാണെങ്കിൽ ഒരു വലിയ വര, ഒരു ചെറിയ വര, വലിയ വര പോസിറ്റീവ്, ചെറിയ വര നെഗറ്റീവ് എന്നൊക്കെ പറയുന്ന ബാറ്ററി, നിങ്ങളുടെ മൊബൈലിലുള്ള ബാറ്ററി, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന റിമോട്ടിലൊക്കെ ഇടുന്ന സെല്ലെന്ന് പറയുന്ന നമ്മുടെ ബാറ്ററി, വാച്ചിലിടുന്ന ബാറ്ററി, ഇതിലൊക്കെ എന്താ നടക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ നടക്കും. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഇനി പറയണ്ടല്ലോ. അതുപോലെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് പല കെമിക്കൽ റിയാക്ഷനുകളും നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും പറ്റി പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിക്കോട്ടെ, അല്ല കെമിക്കൽ റിയാക്ഷൻ ഇലക്ട്രിസിറ്റി ഉണ്ടായിക്കോട്ടെ, ഇതൊരു ഡിവൈസിലായിരിക്കുമല്ലോ നടക്കുന്നത്, ഇതൊരു പ്രത്യേക അറേഞ്ച്മെൻറ്റിലായിരിക്കുമല്ലോ നടക്കുന്നത്. അതിന് നമ്മൾ എന്ത് വിളിക്കും? എന്ത് വിളിക്കും? ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും ഇവിടെ? ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വിളിക്കും. അപ്പോൾ എന്താ ഇലക്ട്രോ കെമിസ്ട്രി? കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. അവിടെ നമ്മൾ എന്തിനെ പറ്റി പഠിക്കും? ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കെമിക്കൽ റിയാക്ഷനും, കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റിയും ഉണ്ടാകുന്നതിനെ പറ്റിയിട്ട് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ് ഇലക്ട്രോ കെമിസ്ട്രി. ആ ഇലക്ട്രോ കെമിസ്ട്രി ഈ പറഞ്ഞ സംഭവങ്ങൾ നടക്കുന്ന ഉപകരണം ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് വിളിക്കും? ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വിളിക്കും. ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ രണ്ടെണ്ണം അപ്പോൾ എന്തായാലും ഉണ്ടാവും. കാരണം എന്താ? ഒരിടത്ത് റിയാക്ഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി, മറ്റൊരിടത്ത് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് റിയാക്ഷൻ. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. അതിൽ ആദ്യം വരുന്നതാണ് എന്ത്? ഗാൽവാനിക് സെൽ. എന്താണ്? ഗാൽവാനിക് സെൽ. നമ്മൾ ഇതിനെ വോൾട്ടായിക് സെൽ എന്നും പറയാറുണ്ട്. പിന്നെ വരുന്നതാണ് എന്ത്? ഈ പറയുന്നത് ഇലക്ട്രോലിറ്റിക് സെൽ. എന്താണ്? ഇലക്ട്രോലിറ്റിക് സെൽ. ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ഇതിൻ്റെ എന്താ ഫംഗ്ഷൻ വ്യത്യാസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പം തന്നെ പറയും അല്ലേ? ഗാൽവാനിക് സെല്ലിൽ നമ്മൾ എന്ത് പറ്റും? കെമിക്കൽ റിയാക്ഷനിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ എന്ത് പറ്റും? ഇലക്ട്രിക്കൽ എനർജി കടത്തിവിട്ട് നമ്മൾ എന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷൻസ് നടത്തും. അപ്പോൾ ഇവരൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് പോകുന്നത്. മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ടോപ്പിക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം. നമ്മൾ ഈ പറയുന്ന നോട്ട് കിട്ടും. നോട്ട് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ PDF നോട്ടാണ്. ഇതാ കണ്ടോ, PDF നോട്ടാണ്. ഈ PDF നോട്ട് ഇതാ ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ടുള്ള നോട്ടുണ്ട്. അതെന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മുടെ ടെലഗ്രാം, വാട്സാപ്പ് ചാനലുകളിൽ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ പറഞ്ഞേടാ, ഫസ്റ്റ് പഠിച്ച പോയിന്റ് എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ നിങ്ങൾ പറയും ഇലക്ട്രോ കെമിസ്ട്രി ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ദ പ്രോസസ് ദാറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ത്രൂ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിൽ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, ഓർ യൂസ് ഇലക്ട്രിസിറ്റി ടു ബ്രിങ് അബൌട്ട് കെമിക്കൽ റിയാക്ഷൻ. സെറ്റാണ്. ഇത് നടത്തുന്ന എന്തിലാണ്? ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിലാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ല് എത്ര തരത്തിലുണ്ട്? 2 തരത്തിലാണ് ഉള്ളത്. അപ്പോൾ വാട്ട് ഈസ് എ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വല്ലതും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയിലാക്കാം ത്രൂ കെമിക്കൽ റിയാക്ഷൻസ്, ഓർ അല്ലെങ്കിൽ എന്താണ്? യൂസ് ഇലക്ട്രിക്കൽ എനർജി ടു ഇൻഡ്യൂസ് കെമിക്കൽ റിയാക്ഷൻ. രണ്ടായാലും ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വിളിക്കും. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും. ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും. ഗാൽവാനിക് സെൽ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഏതുവഴി? സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ വഴി. അതെന്തോ ഈ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് വെച്ചാൽ?
ഇവിടെ സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ സ്വന്തമായി നടക്കുന്ന റിയാക്ഷൻ. നമ്മൾ അതിനെ അങ്ങോട്ട് നിർബന്ധിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ മൊബൈൽ ഫോൺ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് അതിനകത്ത് ഗെയിം കളിക്കുകയോ അതുപോലെ സോഷ്യൽ മീഡിയയിലോ കയറും, വിച്ച് ഈസ് സ്പോണ്ടേനിയസ്. ആരും നിർബന്ധിക്കേണ്ട. എന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ആരെങ്കിലും നിർബന്ധിക്കണം, അല്ലെങ്കിൽ പരീക്ഷ അടുത്തെത്തണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യുള്ളൂ. അതാണ് സംഭവം. അപ്പോൾ ഗാൽവാനിക് സെല്ലുകൾ എന്ത് കിടക്കൂടാ? ഗാൽവാനിക് സെല്ലുകൾ ജനറേറ്റ് ഇലക്ട്രിസിറ്റി. അപ്പം അങ്ങനെ ഓർത്ത് വയ്ക്കാമല്ലോ. ഇപ്പോൾ ഗാൽവാനിക് സെല്ലിൽ ജി ഉണ്ട്. അപ്പോൾ ജിയിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കും? ഇറ്റ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഇതാ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗാൽവാനിക് സെല്ല് ജനറേറ്റ് ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെല്ല് എന്ത് പറ്റും? അത് കെമിക്കൽ റിയാക്ഷൻസ് ആണ് നടത്തുന്നത്. ഒന്ന് കിട്ടിയാൽ മറ്റേത് ഓർത്ത് വയ്ക്കാൻ പറ്റുമല്ലോ. കാരണം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. വാക്കുകളൊക്കെ ഒരുപോലെയൊക്കെ ഇരിക്കുന്നുണ്ടേ. നമുക്ക് ഫെമിലിയർ ആയ സാധനങ്ങളും അല്ലേ. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെല്ല് എന്ത് ചെയ്യും? എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ നടത്തും. അപ്പോൾ നോൺ സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ അപ്പോൾ സാധാരണഗതിയിൽ നടക്കത്തില്ല. നമ്മൾ എനർജി കൊടുത്താലേ അത് നടക്കും. അപ്പോൾ ഇതാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ചാപ്റ്ററിൽ ആദ്യം പറയുന്നത് ഇതിനെപ്പറ്റി തന്നെ. എന്താ ഇവിടെ ഒരു പയ്യനിരുന്ന് അല്ലെങ്കിൽ ഒരു ചേട്ടനിരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ചേട്ടൻ എന്ന് വിളിക്കാനുള്ള പ്രായമൊന്നും കാണൂല അല്ലേ? ഒരു പയ്യൻ, നിങ്ങൾക്ക് ചേട്ടൻ, എനിക്കൊരു പയ്യൻ. ഓക്കെ, ഈ പറയുന്നത് എന്താണ്? ഇരുന്നിട്ട് ഈ പറയുന്ന ബാറ്ററിയിൽ എന്തോ ചാർജ് തീർന്നു തോന്നണം അല്ലേ? അപ്പോൾ ബാറ്ററി ചാർജ് കൊടുക്കുകയാണ്. അപ്പോൾ ബാറ്ററി എന്ന് പറഞ്ഞ സാധനം നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ വരുന്നു ഇലക്ട്രോ കെമിസ്ട്രി. ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫോട്ടോ വെച്ചാൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ക്ലാരിറ്റി ഇച്ചിരി കുറയുന്നത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്താ? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് യൂസ് ഇലക്ട്രിസിറ്റി ടു ബ്രിങ് അബൌട്ട് കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, ഇത് നടത്തുന്നത് എന്തിലാണ്? ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണ്. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഗാൽവാനിക് സെല്ലെന്നും ഇലക്ട്രോലൈറ്റിക് സെല്ലെന്നും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വയ്ക്കുക. എന്താണ് ഗാൽവാനിക് സെല്ല്? എന്ത് ചെയ്യും? ഇറ്റ് വിൽ ജനറേറ്റ് എന്താണ്? ഇലക്ട്രിസിറ്റി. ഓക്കെ, എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗാൽവാനിക് സെല്ല് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ഗാൽവാനിക് സെൽ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെൽ എന്തായിരിക്കും? കെമിക്കൽ എനർജി അല്ല, എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻ നടത്തും. അപ്പോൾ നമ്മളതിൽ ആദ്യം പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയിട്ടാണ്? ഗാൽവാനിക് സെല്ലുകളെ പറ്റിയിട്ടാണ്. ആരെ പറ്റിയിട്ടാണ്? ഗാൽവാനിക് സെല്ലുകൾ. അപ്പോൾ ആരാണ് ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്? നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് പറയുക എന്താണ്? ഡിവൈസ് ദാറ്റ് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ഇപ്പോൾ എന്താണ്? രാസ ഊർജ്ജം അല്ലേ കെമിക്കൽ എനർജി പറയുന്നത്. അതിനെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. ഗാൽവാനിക് സെല്ലിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണമാണ് ഡാനിയൽ സെല്ല്. ഗാൽവാനിക് സെല്ലിൻ്റെ ഏറ്റവും സിമ്പിൾ ഉദാഹരണമാണ് എന്ത്? ഡാനിയൽ സെല്ല്. അപ്പോൾ ഒരു ഡാനിയൽ സെല്ല് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എങ്ങനെ ഇരിക്കും? അപ്പോൾ ഡാനിയൽ സെല്ല് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡാനിയൽ സെല്ല് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? എന്താ ഇത്രയും സാധനങ്ങൾ വേണം. എന്തൊക്കെ വേണം? ഒരു ബീക്കർ വേണം. ഒന്നല്ല, 2 ബീക്കർ വേണം. ഒരു സിങ്ക് എന്ന മെറ്റലിൻ്റെ ഒരു പീസ്, അതിനാണ് സിങ്ക് റോഡ് എന്ന് പറയുന്നത്. കോപ്പറിൻ്റെ ഒരു കഷ്ണം, കോപ്പർ. സിങ്ക് മുക്കി വയ്ക്കാനായിട്ട് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ZnSO4. ഓക്കെ, കോപ്പർ മുക്കി വയ്ക്കാനായിട്ട് കോപ്പർ സൾഫേറ്റ് CuSO4. ഇതൊക്കെ നമുക്ക് പല കെമിക്കൽ റിയാക്ഷൻ വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും. ഒരു സോൾട്ട് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മൾ തൽക്കാലം ടിഷ്യൂ പേപ്പറിന് നമുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ സോൾട്ട് ബ്രിഡ്ജിന് മുക്കി വയ്ക്കാനായിട്ട് അമോണിയം ക്ലോറൈഡോ പൊട്ടാസ്യം നൈട്രേറ്റോ വേണം. വയർ വേണം. കറണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗാൽവനോമീറ്റർ വേണം. വോൾട്ടേജ് അളക്കാൻ വോൾട്ട് മീറ്റർ വേണം. ഒരു LED ബൾബ് വേണം. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു ഡാനിയൽ സെൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമുക്കൊരു ഡാനിയൽ സെൽ ആദ്യം എന്ത് ചെയ്യാം? ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പഠിച്ചിട്ട് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളും ചോദ്യങ്ങളുടെ ഉത്തരം പറയാം. അപ്പോൾ ഗാൽവാനിക് സെല്ലിന് ആദ്യം വേണ്ട സാധനം എന്താണ്? 2 ബീക്കർ വേണം. ഇത് വേണം, 2 ബീക്കർ വേണം. അപ്പോൾ ഞാൻ എന്തെടുക്കാൻ പോവുകയാണ്? 2 ബീക്കർ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു ബീക്കർ. ഓക്കെ, ഇത് ഒരു ബീക്കർ. ഇതുപോലത്തെ ഒരു ബീക്കറും കൂടെ എടുക്കാൻ പോവുകയാണ്. ഇതാ മറ്റൊരു ബീക്കർ. ഓക്കെ, ഇതുമാണ് മറ്റൊരു ബീക്കർ. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ 2ാമത്തെ ബീക്കർ എടുക്കാം. വേറെ കളറിട്ട് വരയ്ക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വന്നാലോ അല്ലേ? ഇതെന്താ വരാത്ത വിഷയം തന്നെ കേട്ടോ. ഓക്കെ, ഇതാ 2ാമത്തെ ബീക്കർ നമ്മൾ എടുത്തു. സെറ്റ്. ഇനി ആദ്യത്തെ ബീക്കർ എപ്പോഴും ഇടതുവശത്തുള്ള ബീക്കറിൽ ഞാൻ ഈ പറയുന്ന സാധനം തന്നെ എടുക്കണം. ഇടതുവശത്തുള്ള ബീക്കറിൽ നമ്മൾ എന്തെടുക്കാൻ പോവുകയാണ്? ഞാൻ സിങ്ക് സൾഫേറ്റ് എടുക്കാൻ പോവുക. എന്തെടുക്കാൻ പോവുകയാണ്? സിങ്ക് സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ എടുക്കാൻ പോവുകയാണ്. എന്തെടുക്കാൻ പോവുകയാണ്? സിങ്ക് സൾഫേറ്റ്. അപ്പോൾ സൈഡിലായിട്ട് എഴുതി വെച്ചു എന്തെടുക്കാൻ പോകുന്നത്? ZnSO4ൻ്റെ സൊല്യൂഷൻ. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ZnSO4 ഞാൻ എന്ത് ചെയ്തു? വെള്ളത്തിൽ കലക്കി. സിങ്ക് സൾഫേറ്റ് എടുത്ത് വെള്ളത്തിൽ കലക്കി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? സിങ്ക് സൾഫേറ്റ് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? സിങ്ക് സൾഫേറ്റ് കിട്ടി. ഇവിടെ ഞാനൊരു പോയിന്റ് പറഞ്ഞു പോകും, ശ്രദ്ധിച്ച് കേട്ടോ. അപ്പോൾ ഞാൻ സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന പൊടി എടുത്ത് വെള്ളത്തിൽ കലക്കുമ്പോൾ ഇത് വെള്ളമായിട്ട് മിക്സ് ആവും. അപ്പോൾ ഈ സിങ്ക് സൾഫേറ്റിന് എന്ത് സംഭവിക്കും? ഡിസോസിയേഷൻ സംഭവിക്കും. എന്ത് സംഭവിക്കും?
ഡിസോസിയേഷൻ സംഭവിക്കും. എന്ന് വെച്ചാൽ ഈ സിങ്ക് സൾഫേറ്റ് ഉണ്ടല്ലോ, ഈ സിങ്ക് സൾഫേറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് സിങ്ക് 2+ അതുപോലെ എന്താണ് SO4 2- മാറും. എപ്പോൾ ഇത് വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ സിങ്ക് സൾഫേറ്റ് ഞാനിങ്ങനെ വയ്ക്കുമ്പോൾ ഇതിനകത്ത് ആരൊക്കെ കാണും? ഇതിനകത്ത് Zn2+ കാണും, അതുപോലെ SO4 2- ഇങ്ങനെ നിറഞ്ഞ് നിൽപ്പുണ്ടായിരിക്കും. ഞാൻ അടുത്ത പാത്രത്തിൽ എന്തെടുത്തു? കോപ്പർ സൾഫേറ്റ് എടുത്തു. കോപ്പർ സൾഫേറ്റിന് ചെറിയൊരു നീല നിറമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നീല കളർ കൊടുക്കുന്നത് കേട്ടോ. നീലത്തുരിശ് എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ് ആണോ അല്ലേ? നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ആരെടുക്കാൻ പോവുകയാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കാൻ പോവാണ്, CuSO4. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റും എങ്ങനെയാണ് ഉണ്ടാക്കിയത്? കോപ്പറിനെ എടുത്ത് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ പൊടിയെടുത്ത് ഞാൻ വെള്ളത്തിൽ കലക്കി. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? അവിടെയും എന്ത് സംഭവിക്കും? ഡിസോസിയേഷൻ സംഭവിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്നൊക്കെ സംശയം വരും. അപ്പോൾ എന്ത് കിട്ടും? Cu2+, അതുപോലെ തന്നെ എന്ത് കിട്ടും? SO4 2- ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നിൽക്കുകയായിരിക്കും. ഇവിടെ ആരൊക്കെ ഉണ്ടാവും? Cu2+ കാണും, അതുപോലെ തന്നെ എന്തൊക്കെ കാണും? SO4 2- കാണും. സെറ്റ്. അടുത്ത് നമ്മൾ ആരോട് പോകാൻ പോവുകയാണ്? അടുത്ത് നമ്മൾ എന്ത് എടുക്കാൻ പോവുകയാണ്? ഈ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലോട്ട് ഞാൻ ഒരു സിങ്ക് റോഡിനെ കൊണ്ടുവന്ന് വയ്ക്കാൻ പോവുകയാണ്. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലോട്ട് ഞാൻ ആരെ കൊണ്ടുവച്ചു? സിങ്ക് റോഡിനെ കൊണ്ടുവന്ന് വെച്ചു. അതുപോലെ ഈ പറയുന്ന കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലോട്ട്, ഇതിലോട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലോട്ട് ഞാൻ ആരെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്? ഒരു കോപ്പർ റോഡിനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ആരെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്? കോപ്പർ റോഡിനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് വരച്ച് മാർക്ക് ചെയ്യാം. നമ്മൾ എന്താ കൊണ്ടുവച്ചതെന്നുള്ള അറിയണമല്ലോ അല്ലേ? അപ്പോൾ നമ്മളിവിടെ ആരെ കൊണ്ടുവച്ചു? ഒരു സിങ്ക് റോഡിനെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ. അടുത്ത് ഇവിടെ നമ്മൾ ആരെ കൊണ്ടുവന്ന് വെച്ചു? ഒരു കോപ്പർ റോഡിനെ കൊണ്ടുവന്ന് വെച്ചു. ഇങ്ങനെ ഞാൻ വെച്ചുകൊണ്ടിരുന്നാൽ അവിടെ നോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇവിടെ ഒന്നും നടക്കാൻ പോകും. ഇവിടെ എന്ത് നടക്കാൻ പോകുന്നില്ല? ഒന്നും നടക്കാൻ പോകുന്നില്ല. സിങ്ക് സൾഫേറ്റ് അവിടെ ചുമ്മാ ഇരുന്നോളും, കോപ്പർ സൾഫേറ്റ് ചുമ്മാ ഇരുന്നോളും. അപ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന നമ്മുടെ സിങ്കിൽ നിന്ന് ഒരു വയർ എടുക്കും. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോലെ ആദ്യം അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു LED ബൾബിൽ കൊടുക്കും. എന്ത് കൊടുക്കും? ബൾബിൽ കൊടുക്കും. എന്നിട്ട് ഇത് ഇവിടെ പിടിച്ച് ഞാൻ എപ്പോഴാണോ ഇവിടെ ടച്ച് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കുന്നത്, എന്ത് പറ്റും? ഈ ബൾബ് ഇവിടെ കത്തും. ഈ ബൾബ് ഇവിടെ കത്തും. അപ്പോൾ ഇവിടെ എന്തോ മനസ്സിലായി നമുക്ക്? എന്തോ ഒരു റിയാക്ഷൻ. അപ്പോൾ ഇതുവരെ ഈ വയർ കൊടുക്കാത്തവരെ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ ഉണ്ടായിരുന്നവർ വയർ കൊടുത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? കത്തി. വിച്ച് മീൻസ് ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇതുവഴി ഈ പറഞ്ഞ വയറിൽ കൂടി എന്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തുകൊണ്ടാണ് ബൾബ് കത്തിയത്. അപ്പോൾ ഇതാണ് എന്ത്? ഒരു ഡാനിയൽ സെൽ എന്ന് പറയും. ഈ ഡാനിയൽ സെല്ലിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞ ഇത്രയും ഭാഗമുണ്ടല്ലോ, അതായത് ഇവിടെ നടുക്കൂടി ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഈ ഭാഗം ഇതിന് നമ്മൾ എന്ത് വിളിക്കും? ഒരു ഹാഫ് സെൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഹാഫ് സെൽ എന്ന് വിളിക്കും. വലതു ഭാഗത്തിന് എന്ത് വിളിക്കും? മറ്റൊരു ഹാഫ് സെൽ എന്ന് വിളിക്കും. ഇത് വിളിക്കും മറ്റൊരു ഹാഫ് സെൽ എന്ന് വിളിക്കും. അപ്പോൾ 2 സെല്ല് കിട്ടി. ഒരു ഹാഫ് സെല്ലും ഒരു ഹാഫ് സെൽ, നെഗറ്റീവ് പോസിറ്റീവ് അത് പിന്നെ പറയാം. ഒരു ഹാഫ് സെല്ല് കിട്ടി, മറ്റൊരു ഹാഫ് സെല്ല് കിട്ടി. ഈ 2 ഹാഫ് സെല്ലും കൂടെ കൂടി ചേരുമ്പോൾ ഒരു സെല്ല് കിട്ടും. പക്ഷേ ഈ റിയാക്ഷൻ നടന്നു പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ, ബൾബ് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് കൂടെ കൊടുക്കണം. എന്ത് കൊടുക്കണം? സോൾട്ട് ബ്രിഡ്ജ്. എന്തോ സോൾട്ട് ബ്രിഡ്ജ്? തൽക്കാലം നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഇങ്ങനെ ചുരുട്ടി. ഒരു ടിഷ്യൂ പേപ്പറിനെടുത്ത് ഇങ്ങനെ ചുരുട്ടിയിട്ട് എന്ത് ചെയ്തു? ആ ചുരുട്ടിയ ടിഷ്യൂ പേപ്പറിനെ എന്ത് ചെയ്തു? ഇതാ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഇത് ഇങ്ങനെ മടക്കി എന്ത് ചെയ്തു? മടക്കി ഇതാ 2 സൊല്യൂഷനിലും തട്ടുന്ന രീതിയിലോട്ട് ഇങ്ങനെ മുക്കി വെച്ചു. ഓക്കെ. അപ്പോൾ 2 സൊല്യൂഷനിലോട്ടും തട്ടുന്ന രീതി മുക്കി വെച്ചു. അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന ടിഷ്യൂ പേപ്പറിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന പൊട്ടാസ്യം നൈട്രേറ്റോ അമോണിയം സൾഫേറ്റോ എന്തെങ്കിലും സാധനം എന്ത് ചെയ്യണം? നമ്മൾ മുക്കി വയ്ക്കണം. ഇവൻ്റെ പേരാണ് എന്ത്? സോൾട്ട് ബ്രിഡ്ജ്. എന്താണ്? സോൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, ഇവൻ്റെ പേരാണ് സോൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ എന്താ ജോലി എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നിങ്ങൾക്കറിയാമല്ലോ, കറണ്ട് ഫ്ലോ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് വേണം. അപ്പോൾ ഇവിടുന്ന് ആരോ ഇങ്ങോട്ട് പോയിട്ടാണ് കറണ്ട് ഫ്ലോ നടത്തുന്നത്. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടിന്യൂ ചെയ്ത് നടക്കണമെങ്കിൽ ഇവിടെ ആര് വേണം? ഒരു സോൾട്ട് ബ്രിഡ്ജ് വേണം. കാരണം ഇവന്മാർ 2 പേര് താഴെ കാണുന്ന 2 സൊല്യൂഷൻ ഉണ്ടല്ലോ, സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും, ഇവർ തമ്മിൽ പരസ്പരം മിക്സ് ആവാതെ ചാർജ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കണം. ചാർജ് ഇവിടുന്ന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടോ, അല്ലെങ്കിൽ അത് രണ്ടും വേണ്ട. എന്താണ്? ഇവരുടെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ നമ്മൾ ഇവിടെ ഒരു സാധനം മുക്കി വെച്ചിരിക്കുമല്ലോ, വെറുതെ ടിഷ്യൂ പേപ്പർ മുക്കിയല്ല വെച്ചേക്കുന്നത്, അതിനകത്തൊരു സാധനം വയ്ക്കും. അവിടെ നിന്നുള്ള അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ഈ ഒരു ബാലൻസ് ആക്കാൻ വേണ്ടിയാണ് സോൾട്ട് ബ്രിഡ്ജിന് ഉപയോഗിക്കുന്നത്. ഇത്രയാകുമ്പോഴത്തേക്ക് എന്തായി? ഒരു ഡാനിയൽ സെല്ലായി. എന്തായി? ഒരു ഡാനിയൽ സെല്ലായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി ഒന്ന് വായിച്ചാലോ. അപ്പോൾ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയർ എന്താണ്? ഡിപ്പ് സിങ്ക് റോഡ് ഇൻ സിങ്ക് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടും. സിങ്ക് റോഡിനെ സിങ്ക് സൾഫേറ്റിൽ മുക്കി. ഇതാ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ മുക്കി.
അടുത്ത് കോപ്പർ റോഡിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കുക. കോപ്പർ റോഡിനെ കോപ്പർ സൾഫേറ്റ് നമ്മൾ മുക്കി. കണ്ടോ, സിങ്ക് സൾഫേറ്റ് Zn2++SO4 എന്ന് എഴുതിയേക്ക് നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ? അതെങ്ങനെ വന്നു എന്ന് ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ. അടുത്ത് അപ്പോൾ ഈ ആദ്യം മുക്കിന് ഹാഫ് സെൽ 1 എന്ന് വിളിക്കാം, രണ്ടാമത്തെ ഹാഫ് സെൽ 2 എന്ന് വിളിക്കാം. രണ്ട് സൊല്യൂഷനെ നമ്മളൊരു സോൾട്ട് ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്തു. ഈ കാണുന്നതാണ് സോൾട്ട് ബ്രിഡ്ജ്. ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ടേക്ക് എ പീസ് ഓഫ് റോൾഡ് ഫിൽറ്റർ പേപ്പർ ആൻഡ് ആഡ് ഇറ്റ് ലിറ്റിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ഓർ അമോണിയം ക്ലോറൈഡ് ഓർ പൊട്ടാസ്യം നൈട്രേറ്റ് ഇൻ ഇറ്റ് ആൻഡ് ദെൻ സ്പ്രിങ്കിൾ വാട്ടർ ടു മോയ്സ്റ്റൻ. അതായത് ഈ പറയുന്ന ഒരു പേപ്പറിന് ചുരുട്ടിയിട്ട് അതിൽ ഈ പറയുന്ന അമോണിയം ക്ലോറൈഡോ പൊട്ടാസ്യം നൈട്രേറ്റോ മുക്കിയിട്ട് അല്പം വെള്ളം കൂടെ തിളച്ചിട്ട് രണ്ടിലും കൂടെ മുക്കി വെച്ചാൽ മതി. Okay, this filter paper folded into the U-shaped and immersed into the two beaker connecting the two solutions is in them, then it can be used as a salt bridge. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇത് സോൾട്ട് ബ്രിഡ്ജ് ആവും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, രണ്ടിനെയും കൂടി കണക്ട് ചെയ്യാൻ പോവുകയാണ്. കണക്ട് ദ സിങ്ക് റോഡ് ആൻഡ് ദ കോപ്പർ റോഡ് ഇൻ ദ ബൾബ് യൂസിങ് കോപ്പർ വയർ. എന്ത് ചെയ്യുന്നു, ഇതിനെ കോപ്പർ വയർ വെച്ച് കത്തിക്കുന്നു. വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾ എന്ത് ഒബ്സർവ് ചെയ്യും? നിങ്ങൾ പറയും എന്ത് ഒബ്സർവ് ചെയ്യും? വാട്ട് ഈസ് എന്ത് പറ്റും? ദ ബൾബ് വിൽ ഗ്ലോ. നിങ്ങൾ എന്ത് പറയും? ഇവിടെ ദ ബൾബ് വിൽ എന്തായിരിക്കും? ഗ്ലോ. ബൾബ് എന്ത് ചെയ്യും? കത്തും. ബൾബ് എന്ത് ചെയ്യും? കത്തും. ഓക്കെ, ബൾബ് കത്തും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഗ്ലോയിങ് ഓഫ് ദ ബൾബ്? എന്തുകൊണ്ടായിരിക്കും? ഒരു ഇലക്ട്രിക് കറണ്ട് അവിടെ ഫ്ലോ ചെയ്തത് കൊണ്ടാണ് ബൾബ് കത്തിയത്. അതായത് ഒരു കുട്ടിക്കും അറിയാം അല്ലേ, ഇലക്ട്രിക് കറണ്ട് അവിടെ ഫ്ലോ ചെയ്തത് കൊണ്ടാണ് ബൾബ് കത്തിയത്. അപ്പോൾ എവിടുന്ന് കറണ്ട് എങ്ങോട്ട് ഫ്ലോ ചെയ്തു എന്ന് അറിയണ്ടേ? അറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന ആളെ എങ്ങോട്ട് മാറ്റും. ആരെ മാറ്റും? ബൾബിനെ മാറ്റിയിട്ട് നമ്മൾ ഇവിടെ ആരെ കണക്ട് ചെയ്യും? ഒരു ഗാൽവനോമീറ്ററിനെ കണക്ട് ചെയ്യും. ആരെ കണക്ട് ചെയ്യും? ഗാൽവനോമീറ്റർ. അപ്പോൾ ഗാൽവനോമീറ്റർ വലത്തോട്ട് പോയാൽ വലത്തോട്ട് കറണ്ട് മൂവ് ചെയ്യുന്നു, ഇടത്തോട്ട് പോയാൽ ഇടത്തോട്ട് കറണ്ട് മൂവ് ചെയ്യുന്നു. നമ്മൾ കണ്ടത് ഈ ഗാൽവനോമീറ്റർ എങ്ങോട്ട് മൂവ് ചെയ്തതായിട്ടാണ്? വലത്തേക്ക് മൂവ് ചെയ്തതായിട്ടാണ് കണ്ടത്. വിച്ച് മീൻസ് കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്തത്? കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്തത്. അതായത് സിങ്കിൽ നിന്നും കോപ്പറിലോട്ടാണ് എന്ത് ഫ്ലോ ചെയ്തത്? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി? സെപ്പറേറ്റ് സൊല്യൂഷൻ ഫ്രം ദ ബൾബ് കണക്ട് ദം വിത്ത് ഗാൽവനോമീറ്റർ. നമുക്ക് എന്ത് കിട്ടും? ദ കോപ്പർ റോഡ് ഈസ് കണക്ട് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ഗാൽവനോമീറ്റർ. അതായത് ഈ പറയുന്ന കോപ്പർ നമ്മൾ കണക്ട് ചെയ്യുന്ന ഗാൽവനോമീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിലും സിങ്ക് കണക്ട് ചെയ്യുന്ന എവിടെയാണ്? നെഗറ്റീവ് ടെർമിനലിലുമാണ്. നമുക്ക് എന്ത് പറ്റും? പോയിന്റ് ഓഫ് ദ ഗാൽവനോമീറ്റർ ഈസ് ഡിഫ്ലക്റ്റിംഗ് ടുവേർഡ്സ് ദ റൈറ്റ്, ടുവേർഡ്സ് ദ പോസിറ്റീവ് ടെർമിനൽ. ഈ പറയുന്ന ആരോ മാർക്ക് പോസിറ്റീവിലോട്ട് എന്ത് ചെയ്തു? മാറുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? ഇലക്ട്രോൺസ് സിങ്കിൽ നിന്നും കോപ്പറിലോട്ട് ഫ്ലോ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഓക്കെ, എന്താണ്? സിങ്കിൽ നിന്നും കോപ്പറിലോട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? ഫ്ലോ ചെയ്തത് കൊണ്ടാണ് സംഭവിച്ചത്. തൽക്കാലം ഇനി കൺഫ്യൂഷൻ ഒന്നും അടിക്കണ്ട. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ദിശയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. തൽക്കാലം ഒന്ന് മനസ്സിലാക്കണ്ട. ഇലക്ട്രോൺ സിങ്കിൽ നിന്ന് കോപ്പറിൽ പോയി, അപ്പോൾ നമ്മൾ കറണ്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു. അത്രയും മതി, നമുക്ക് കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇവിടെ വോൾട്ടേജ് എത്ര കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഗാൽവനോമീറ്ററിനെ മാറ്റിയിട്ട് അവിടെ ഒരു വോൾട്ട് മീറ്ററിനെ കൊണ്ടുവരും. വോൾട്ടേജ് ഇളക്കുന്ന വേറെ വോൾട്ട് മീറ്റർ. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു വോൾട്ട് മീറ്റർ കൊടുക്കുമ്പോൾ 1.1 വോൾട്ടൊക്കെ നമുക്കിവിടെ കിട്ടും. അപ്പം നമുക്ക് മനസ്സിലായി ഈ സെറ്റപ്പിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? കറണ്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? ഇനിയാണ് അതിൻ്റെ വർക്കിംഗ് പറയാൻ പോകും. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയണ്ടേ? അപ്പോൾ ഇവിടെ വരെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി റിയാക്ഷൻസ് പറയാൻ പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വോൾട്ട് മീറ്റർ വെച്ചപ്പോൾ നമുക്ക് വോൾട്ടേജും കിട്ടും. അപ്പോൾ ഇനി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാമല്ലോ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നുകൂടി ഞാനതൊന്ന് വരച്ച് പറയാൻ ശ്രമിക്കുകയാണ്. സമയം കുറച്ച് പോകുമെങ്കിൽ അങ്ങ് പോട്ട്, സാരമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഹാഫ്, ഇതാണ് ഒരു സെല്ലെന്ന് പറയുന്നത്, ഇതാണ് മറ്റൊരു ഹാഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാം ഇവിടെ എന്തുണ്ട്? ഇവിടെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. ഇപ്പുറത്ത് എന്തുണ്ട്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന ഒന്നാമത്തെ സിങ്ക്, ഈ പറയുന്ന ഇവിടെ ഞാൻ എന്ത് ഡിപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്? സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. അടുത്ത് തൊട്ടിപ്പുറത്ത് ഞാൻ എന്ത് റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്? കോപ്പർ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇവരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തെ ഒരു സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കാര്യം ശ്രദ്ധിക്കുക. ഈ സൊല്യൂഷനിൽ എന്തുണ്ട്? Zn2+ഉം അതുപോലെ എന്താണ്? SO4 2- ഉണ്ട്. ഇവിടെ എന്തുണ്ട്? Cu2+ ഉണ്ട്, SO4- ഉണ്ട്. ഇത് സിങ്ക് ആണേ, സിങ്ക്. അപ്പോൾ സിങ്ക് സൾഫേറ്റിൽ സർക്യൂട്ട് ഇല്ലാതിരുന്നാൽ മാറ്റമൊന്നുമില്ല. കോപ്പർ സൾഫേറ്റിലും സർക്യൂട്ട് ഇല്ലാതെ വന്നാൽ പറ്റില്ല. സർക്യൂട്ട് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിങ്കിന് നിങ്ങൾക്കറിയാം പൊതുവേ സിങ്ക് എന്ന് പറയുന്നത് ഒരു മെറ്റലാണ് അല്ലേ? സിങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റലാണ്.
സോ മെറ്റലുകൾക്ക് എന്തിന് ഇഷ്ടമാണ്? ഇലക്ട്രോണിനെ ലോസ് ചെയ്യാൻ ഇഷ്ടമാണ്. ആണോ അല്ലേ? അറ്റോമിക് നമ്പർ 30 നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് 1s2 2s2 3d10 കഴിഞ്ഞിട്ട് 4s2 വരും. അപ്പോൾ ആ 2 ഇലക്ട്രോൺസിനെ കളയാനും സിങ്കിന് ഇഷ്ടമാണ്. അപ്പോൾ സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് ഓക്സിഡേഷൻ നടത്തും. കാരണം സിങ്കിന് ഇങ്ങനെ നിൽക്കുകയാണ്, സിങ്ക് ഇങ്ങനെ ഇവനെ കളഞ്ഞിട്ട് ഞാൻ എന്താവും, സ്റ്റേബിൾ ആവും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ 4s പോയി കഴിഞ്ഞാൽ അറിയാലോടാ, 4s പോയി കഴിഞ്ഞാൽ 3d10 ഭയങ്കര സ്റ്റേബിളാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ 4s എങ്ങനെ കളയാൻ നോക്കിയിരുന്നപ്പോഴാണ് ദേ കിടക്കുന്നു ആര്, ഇവിടെ ഒരു Cu2+ ഇരിക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ ആരും ഇപ്പോൾ ഉണ്ട്, Cu2+ ഉണ്ട്. അവന് ഞാനൊരു 2 ഇലക്ട്രോണിനെ കൊടുത്താൽ അവൻ അങ്ങ് സെറ്റാവും, അവൻ കോപ്പറായിട്ട് മാറും, ഞാനും ഹാപ്പിയാവും. അപ്പോൾ എന്ത് പറ്റും? ഇലക്ട്രോൺ സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് 2 ഇലക്ട്രോണെ കളഞ്ഞിട്ട് Zn2+ഉം പിന്നെ 2 ഇലക്ട്രോണും ആവും. അതായത് ഈ പറയുന്ന സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന സിങ്ക്, അതായത് ഇലക്ട്രോഡായിട്ടിരിക്കുന്ന സിങ്ക്, ശ്രദ്ധിച്ച് കേൾക്കണേ, സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോഡായിട്ടിരിക്കുന്ന സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് 2+ ആയിട്ട്, അതായത് അക്വസ് സൊല്യൂഷനിലോട്ട് പോകും. ഇത് Z2 ഇതൊക്കെ ഇതെന്ത് പറ്റും? Zn2+, ഇവിടെ ഉണ്ടല്ലോ Zn2+ ആയിട്ട് അക്വസ് സൊല്യൂഷനിലോട്ട് പോയിട്ട് ഈ ഇലക്ട്രോൺസ് എവിടെ നിൽക്കും? ഇലക്ട്രോഡ് നിൽക്കും. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറേ ഇലക്ട്രോൺസ് ഇവിടെ വരും. അങ്ങനെ ഇവിടെ എന്ത് വരും? കുറേ ഇലക്ട്രോൺസ് വരും. ഓക്കെ. അപ്പോൾ അത് സോളിഡായിരിക്കുന്ന സിങ്കിൻ്റെ അളവ് കുറയോ? സിങ്ക് ചുരുങ്ങും. സിങ്ക് എന്ത് പറ്റും? Zn2+ ആയിട്ട് മാറിയിട്ട് 2 ഇലക്ട്രോൺസിന് ഇവിടെ വയ്ക്കും. എന്നിട്ട് എങ്ങോട്ട് ചാടും? ഈ സൊല്യൂഷനിലോട്ട് ചാടും. അതാണ് നിങ്ങൾ റിയാക്ഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അക്വസ് ഒന്ന് കിടക്കുന്നത് കണ്ടോ? അക്വസ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സോളിഡായ സിങ്ക് റിയാക്ഷൻ നടന്ന് അക്വസ് എന്ന് വെച്ചാൽ വെള്ളത്തിലോട്ട് പോകും. അപ്പോൾ 2 ഇലക്ട്രോൺസ് അവിടെ മിച്ചം വരും. അങ്ങനെ ഈ പറയുന്ന ഇലക്ട്രോഡ് എത്ര എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ നെഗറ്റീവായിട്ട് മാറുമ്പോൾ ഇതെന്തായി? നെഗറ്റീവ് ടെർമിനലായോ? അപ്പോൾ ഇവൻ നെഗറ്റീവ് ആകുമ്പോൾ ഈ കോപ്പർ അപ്പോൾ നോർമലി എന്താവും? പോസിറ്റീവ് ആവൂലേ? കാരണം ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് കൂടുതൽ, അവിടെ കുറവ്. അപ്പോൾ എന്ത് പറ്റും? ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട് ഇലക്ട്രോൺസ് പോകും, വിച്ച് ഈസ് സ്പോണ്ടേനിയസ്. അപ്പോൾ നമ്മൾ ഇതാണ് പറഞ്ഞത്, ഇവിടെ ആരും പ്രത്യേകിച്ച് നിർബന്ധിക്കുകയൊന്നും വേണ്ട. ഈ ഇലക്ട്രോൺസ് ഓടി എന്ത് ചെയ്യും? നേരെ കോപ്പറിലോട്ട് പോകും. കോപ്പറിലോട്ട് പോയിട്ട് ദേ വരുമ്പോൾ ദാ കിടക്കുന്നു ആര്? ഇവിടെ ആരുണ്ട്? Cu2+ ഉണ്ട്. ഈ Cu2+ അടുത്ത് പറയും ഓടിവാ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ കിടക്കുന്ന സൊല്യൂഷനിലുള്ള Cu2+, ഈ സൊല്യൂഷനിലുള്ള Cu2+, ഈ വരുന്ന 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. ഇതാ ഇവിടെ നോക്ക്, കണ്ടോ? ഈ Cu2+ അക്വസ് ആണ്, അതായത് Cu2+ വെള്ളത്തിൽ കിടക്കുകയായിരുന്നു. അത് 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറി? സോളിഡായ കോപ്പറായിട്ട് മാറി. എന്നിട്ട് എന്ത് പറ്റും? ഈ പറയുന്ന ഇലക്ട്രോണിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഓക്കെ, അങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് സംഭവം? ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ ഇടതുവശത്തുള്ളവൻ നെഗറ്റീവായി, വലതുവശത്തുള്ളവൻ പോസിറ്റീവായി. ഇടതുവശത്തുള്ളവൻ നെഗറ്റീവായി, വലതുവശത്തുള്ളവൻ പോസിറ്റീവായി. അപ്പോൾ എന്താ എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പോൾ ഈ ഓരോ എഴുതിയേക്കുന്നതിൻ്റെ മീനിങ് വരെ നിങ്ങൾക്ക് ഇപ്പം പിടികിട്ടി കാണുമേ? സെറ്റാണേ. അതുകൊണ്ടാണ് ഇത്ര വിശദമായി സ്ലോ ആയിട്ട് ഞാനിത് പറഞ്ഞു തരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്ത് പറ്റി? സിങ്ക് സൾഫേറ്റിൽ കിടക്കുമ്പോൾ കോപ്പർ സൾഫേറ്റിൽ കിടക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. സർക്യൂട്ട് വരുമ്പോൾ എന്ത് പറ്റും? സിങ്കിന് ഇലക്ട്രോണ് ലോസ് ചെയ്യാൻ ഇഷ്ടമാണ്. അതായത് സിംഗിൾ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നതല്ലേ നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിങ്ക് എന്ത് പറ്റും? ഇലക്ട്രോൺ ലോസ് ചെയ്ത് Zn2+ സൊല്യൂഷനിലോട്ട് അങ്ങ് ചാടും. അപ്പോൾ ഇലക്ട്രോൺസ് മാത്രം ഇലക്ട്രോഡ് ഇരിക്കും. സോ ഇലക്ട്രോഡ് മൊത്തം നെഗറ്റീവ് ടെർമിനൽ കൂടും. സോ ഇതിന് നെഗറ്റീവ് ടെർമിനലായിട്ട് മാറും. കോപ്പർ ആണെങ്കിലും അവിടെ മിണ്ടായിരിക്കുകയാണ്. കോപ്പറിന് പ്രത്യേകിച്ച് ഇവിടെ ജോലിയൊന്നും മിണ്ടായിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? സൊല്യൂഷനിൽ പക്ഷേ കോപ്പർ സൾഫേറ്റ് ഇരിക്കുകയാണ്, അവൻ ഇലക്ട്രോൺ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് അയോൺസ് ഇലക്ട്രോൺസ് ഇങ്ങനെ ബിൽഡ് ചെയ്യുമ്പോൾ ഇവർ നെഗറ്റീവ് ആവും. നെഗറ്റീവ് നേരെ പോസിറ്റീവിലോട്ട് ഇലക്ട്രോൺ സ്വന്തമായിട്ട് അങ്ങ് പൊക്കോളും, ആരും ഒന്നും പറയണ്ട. ആ ഇലക്ട്രോൺസ് ഓടി എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും സൊല്യൂഷനിൽ ആരും കിടക്കുന്നു? Cu2+ കിടക്കുന്നു. Cu2+ എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നു. ആ Cu2+ ഓടി ചേരും, എന്ത് പറ്റും? അവൻ സോളിഡായ കോപ്പറായിട്ട് മാറിയിട്ട് ഈ ഇലക്ട്രോൺസിന് ചുറ്റും ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ നെഗറ്റീവ് ടെർമിനൽ ഇവിടെ ചോദിച്ചാൽ നിങ്ങൾ ആര് പറയും? ഇവിടെയാണ് സിങ്കിൻ്റെ ഭാഗമാണ് നെഗറ്റീവ്. പോസിറ്റീവ് ആരാണ്? കോപ്പറാണ്. ഓക്സിഡേഷൻ നടക്കുന്ന എവിടെയാണ്? സിങ്കിൻ്റെ ഭാഗത്താണ്. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഡക്ഷൻ നടക്കുന്ന എവിടെയാണ്? കോപ്പറിൻ്റെ ഭാഗത്താണ്. ഓക്സിഡേഷൻ നടക്കുന്ന എവിടെയാണ്? സിങ്കിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഓക്സിഡേഷൻ, റിഡക്ഷൻ, പോസിറ്റീവ്, നെഗറ്റീവ് എല്ലാം നിങ്ങൾക്ക് സെറ്റാണ്. ഓക്കെ ആണോ? അപ്പോൾ പറഞ്ഞേ ലെഫ്റ്റ് സൈഡിൽ, ലെഫ്റ്റ് ഹാഫിൽ, ഞാൻ ഇപ്പം വിളിക്കുന്ന ലെഫ്റ്റ് ഹാഫ് എന്നാണ്. ലെഫ്റ്റ് ഹാഫിൽ എന്ത് നടക്കൂടാ? ലെഫ്റ്റ് ഹാഫിൽ എന്ത് നടക്കും? Zn 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി Zn2+ഉം അതുപോലെ തന്നെ 2 ഇലക്ട്രോണുമായിട്ട് മാറും. റൈറ്റ് ഹാഫ്, ഓക്കെ, എന്താണ് റൈറ്റ് ഹാഫ്? ഓക്കെ, റൈറ്റ് ഹാഫിൽ എന്ത് പറ്റും? സൊല്യൂഷനിൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ സോളിഡാണ്, ഇവിടെ എന്തുവാണ്? അക്വസ് ആണ്. ഇവിടെ സോളിഡാണ്, ഇവിടെ അക്വസ് ആണ്. ഇവിടെ എന്ത് പറ്റും? Cu2+ എന്ന് പറയുന്ന അക്വസ്, വെള്ളത്തിൽ കിടക്കുന്ന Cu, ഈ അങ്ങോട്ട് പോയ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? സോളിഡായ Cu ആയിട്ട് മാറി. അപ്പോൾ എവിടെയാണ് ഓക്സിഡേഷൻ നടന്നേ? ഇവിടെയാണ് എന്ത് നടന്നത്? അപ്പോൾ ഓക്സിഡേഷൻ നടന്നത്. അപ്പോൾ ഇവിടെയാണ് എന്ത് നടന്നത്?
റിഡക്ഷൻ നടന്നത്. ഇനി ശ്രദ്ധിച്ചു, ഒരു സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. എന്താണ്? ആനോഡ്. ഓക്സിഡേഷൻ നടക്കുന്ന ആളെ വിളിക്കുന്നതാണ് ആനോഡ്. എന്നാൽ റിഡക്ഷൻ നടക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാഥോഡ്. എന്താണ്? ക്യാഥോഡ്. അപ്പോൾ ഇവിടെ ആനോഡ് ആര്? സിങ്ക്. ക്യാഥോഡ് ആര്? കോപ്പർ. ഇനി ആനോഡിന്റെ ഭാഗത്ത് നിങ്ങൾക്കറിയാം അതെന്താണ്? അത് നെഗറ്റീവ് ടെർമിനലാണ്. അതെന്താണ്? നെഗറ്റീവ് ടെർമിനലാണ്. ക്യാഥോഡിന്റെ ഭാഗം എന്താണ്? പോസിറ്റീവ് ടെർമിനൽ. ഇത് വ്യക്തമായി പഠിച്ചോളാം. അപ്പോൾ ഒരു ഡാനിയൽ സെല്ലിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു, അതാണ് ആനോഡ്, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെല്ല്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് നടക്കുന്നു? റിഡക്ഷൻ നടക്കുന്നു, അതാണ് ക്യാഥോഡ്, പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെല്ല്. അപ്പോൾ റിയാക്ഷൻ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കും, ഒരു ഡാനിയൽ സെല്ലിൽ ആനോഡ് ആര്, ക്യാഥോഡ് ആര്, നെഗറ്റീവ് ആര്, പോസിറ്റീവ് ആര്, ഓക്സിഡേഷൻ എവിടെ, റിഡക്ഷൻ എവിടെ? ഇത് പഠിച്ചു വെച്ച കുട്ടിക്ക് ഇനി എങ്ങനെ ചോദിച്ചാലും പറയാൻ പറ്റും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓക്സിഡേഷൻ, ആനോഡ്, നെഗറ്റീവ് ടെർമിനൽ. വേണമെങ്കിൽ ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു കോഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് ആലോചിച്ചാൽ മതി. ഇത് ഞാൻ ഉണ്ടാക്കിയ കോഡൊന്നുമല്ല, മുമ്പേ ഉള്ള കോഡാണ്. LOAN, ലോൺ. ഡാനിയലിന് ലോൺ ഉണ്ട്. ലോൺ എന്ന് വെച്ചാൽ എന്താ? L എന്ന് വെച്ചാൽ എന്താ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. O എന്ന് വെച്ചാൽ എന്താ? ഓക്സിഡേഷൻ. A എന്ന് വെച്ചാൽ എന്താ? ആനോഡ്. N എന്ന് വെച്ചാൽ എന്താ? നെഗറ്റീവ് ടെർമിനല്. സെറ്റല്ലേ? ഇനി ഈ പറയുന്ന ഭാഗം വായിച്ചു നോക്കിയാൽ നിങ്ങൾ പോലും കാണാതെ ഇപ്പം തന്നെ എനിക്ക് പറഞ്ഞു. അപ്പോൾ റിയാക്ഷൻ ദാറ്റ് ഒക്കർ ഇൻ ഈച്ച് ഇലക്ട്രോഡാണ് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് പറ്റും? സിങ്ക് ഉണ്ട്. സിങ്ക് എന്ത് പറ്റും? 2+ ഇലക്ട്രോൺ അല്ലെ? സിങ്ക് Zn 2 ഇലക്ട്രോൺ ലോസ് ചെയ്ത് Zn 2++ 2 ഇലക്ട്രോൺസ് ആയി. എന്തുകൊണ്ട് S, എന്തുകൊണ്ട് AQ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടി അല്ലെ? സിങ്ക് സോളിഡ് ആയിരിക്കുകയാണ്, അവൻ എന്ത് ചെയ്യുവാണ്? അക്വ സൊല്യൂഷനിലോട്ട് ചാടുന്നതുകൊണ്ടാണ് Zn 2+ ആവുന്നത്. ആ 2 ഇലക്ട്രോൺസ് ഇലക്ട്രോഡിൽ തന്നെ ഇരിക്കും, അങ്ങനെ അത് നെഗറ്റീവ് ടെർമിനലായിട്ട് മാറും. ഇനി ഒറ്റ ടൈപ്പ് ഓഫ് റിയാക്ഷൻ നടന്നത് അവിടെ ഓക്സിഡേഷനാണ് നടന്നത്. കോപ്പറിൽ എന്ത് സംഭവിച്ചു? സൊല്യൂഷനിലുള്ള Cu2+ ഇവിടുന്ന് അങ്ങോട്ട് പോയ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്തായിട്ട് മാറുന്നു? സോളിഡ് Cu ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താണ്? ഇവിടെ നടക്കുന്ന എന്തുവാണ്? വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും എന്താണത്? റിഡക്ഷൻ. ഇതെന്ന് പറയും റിഡക്ഷൻ. ഇത് പറയും റിഡക്ഷൻ. സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതെന്ന് പറയാൻ പറ്റൂലേ? എന്ത് പറ്റും? സിങ്കിൽ നടക്കുന്നത് ഓക്സിഡേഷൻ, കോപ്പറിൽ നടക്കുന്നത് റിഡക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്നതിന് നമ്മൾ ആനോഡ് എന്ന് വിളിക്കും. ഓക്കെ, റിഡക്ഷൻ നടക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? കാഥോഡ് എന്ന് വിളിക്കും. അപ്പോൾ മൊത്തം റിയാക്ഷൻ നമുക്കൊന്ന് ഒരുമിച്ച് എഴുതി നോക്കിയാലോ? രണ്ട് റിയാക്ഷൻ ഒരുമിച്ച് എഴുതാൻ പോവുകയാണ്. എന്ത് കിട്ടും? Zn gives Zn 2+ 2 ഇലക്ട്രോൺസ്. ഇവിടെ എന്ത് പറ്റും? Cu2+ 2 ഇലക്ട്രോൺസ് gives Cu. ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഈ നെഗറ്റീവ് ഇലക്ട്രോൺസുകൾ അങ്ങ് വെട്ടിക്കളയാൻ നമുക്ക് എന്ത് കിട്ടും? Zn + Cu2+ gives Zn 2++ Cu. ഇതാ കണ്ടു, Zn + Cu2+. സ്റ്റേറ്റ് വേണമെങ്കിൽ എഴുതാം. ഇവിടെ സോളിഡ് ആണ്, ഇവിടെ എന്തുവാണ്? അക്വസ് ആണ്. ഇവിടെ എന്തുവാണ്? അക്വസ് ആണ്. ഇവിടെ എന്തുവാണ്? സോളിഡാണ്. കാരണം ഇത് സോളിഡിലോട്ടാണ് പോയത്, ഇവൻ സോളിഡ് ഇരുന്നവൻ അക്വസിലോട്ടാണ് പോയത്, ഇവൻ അക്വസിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവറോൾ സെൽ റിയാക്ഷൻ. ആനോഡ് റിയാക്ഷൻ എഴുതുക, കാഥോഡ് റിയാക്ഷൻ എഴുതുക, രണ്ടിലെയും ഇലക്ട്രോൺസിനെ വെട്ടിക്കളയുക. ലെഫ്റ്റ് ഹാൻഡ് ആരോട് ഇടതുവശത്തുള്ളതിനെ ഒരുമിച്ച് എടുത്ത് എഴുതുക, വലതുവശത്തുള്ളതിനെ ഒരുമിച്ച് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിയാക്ഷൻ കിട്ടും. സോ നിങ്ങൾക്ക് ആനോഡ് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയാം, കാഥോഡ് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയാം, ഓവറോൾ റിയാക്ഷൻ ചോദിച്ചാൽ എഴുതാനായിട്ട് അറിയാം. അപ്പോൾ ഇതാണ് എന്ത്? ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന സെല്ലിൻ്റെ പേര് ഡാനിയൽ സെൽ. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേടാ? അപ്പോൾ പറഞ്ഞേ. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആദ്യം വരുന്നത് ഗാൽവാനിക് സെല്ല്. എന്താണ്? കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി അല്ലെ? കെമിക്കൽ റിയാക്ഷനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. ഉദാഹരണമാണ് ഡാനിയൽ സെല്ല്. ഡാനിയൽ സെല്ല് എന്ന് വെച്ചാൽ ഒരു ഗാൽവാനിക് സെല്ല് തന്നെയാണ്. അത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും സ്പോണ്ടേനിയസ് റിയാക്ഷൻ വഴി. അവിടെ സിങ്കും കോപ്പറുമാണ് ഉപയോഗിക്കുന്നത്. സിങ്ക് കോപ്പർ ഉപയോഗിച്ചാൽ അത് ഡാനിയൽ സെല്ല് ആവുള്ളൂ, അല്ലെങ്കിൽ വേറെ വല്ലതും ആവും. ഇപ്പോൾ കൺസ്ട്രക്ഷൻ പറ്റി ഞാൻ പറയുന്നുണ്ട്, വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നെഗറ്റീവ്, കാഥോഡ് എന്ന് പറഞ്ഞാൽ എന്ത്? സോൾട്ട് ബ്രിഡ്ജിൻ്റെ ജോലി എന്ത്? സോൾട്ട് ബ്രിഡ്ജിൻ്റെ ജോലി വിശദമായിട്ട് നമുക്ക് പറയുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ പറയാതെ വിട്ടേക്ക്. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കുറേ സമയം റിയാക്ഷൻ കഴിയുമ്പോഴേ ഈ പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ Zn 2+ന്റെ കോൺസെൻട്രേഷൻ കൂടും. അതുപോലെ വലതുവശത്ത് എന്ത് പറ്റും? ഈ SO4- കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ ഇതിനെ മാറ്റാനായിട്ട് ഈ പറയുന്ന സോൾട്ട് ബ്രിഡ്ജിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകും. അങ്ങനെ അത് നേരെയാക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ റിയാക്ഷൻ സ്റ്റോപ്പായി പോകും. അപ്പോൾ
നോട്ടിൽ തന്നുകൊണ്ട് അതിനകത്ത് എക്സ്പെരിമെൻറ്റ് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയെന്ന് പറയുന്നുണ്ട്. കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ഹാഫ് സെൽ എങ്ങനെയാണ്. ഫസ്റ്റ് ഹാഫ് സെൽ എന്ന് വെച്ചാൽ സിങ്ക് സൾഫേറ്റ്, സെക്കൻഡ് കോപ്പർ സൾഫേറ്റ്, യു ഷേപ്പിൽ മടക്കി വെച്ച സാധനമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ്. ഒബ്സർവേഷൻ എന്താണ്, ബൾബ് ഗ്ലോ ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. റിയാക്ഷൻസ് തന്നിട്ടുണ്ട്, എന്താണ് ആനോഡിൽ നടക്കുന്നത് ZN മാറും, കോപ്പറിലാണെങ്കിൽ Cu2+ 2 ഇലക്ട്രോൺസ് വരും, ഓവറോൾ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇനി വരുന്നത് ഈ പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തിയിട്ട് അടുത്ത പാർട്ടോടെ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. ആ പാർട്ടിൽ ഞാൻ എന്ത് ചെയ്യാം, ഇത് വിശദമായിട്ട് പറഞ്ഞുതരാം. കാരണം അതും കുറച്ച് പറയാനുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ടോപ്പിക് എന്ത് ചെയ്യാം, അടുത്ത പാർട്ടിൽ എടുക്കാം. അപ്പോൾ അതുവരെ ബൈ.